ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളവർ മുഴുവൻ CPM-കാരാണ്. അത് നമുക്ക് പറയാൻ പറ്റും. CPM നോമിനികളായി ഉദ്യോഗസ്ഥന്മാർ വേണ്ടി CPM നോമിനികളായി ബോർഡിൽ ചെന്നിട്ടുള്ള ആളുകളാണ്. CPM-ഉം CPI-യും ഒരാൾ CPI-കാരനാണ്. അങ്ങനെ നോമിനികളായി ചെന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടം ദയനീയമായി പരാജയപ്പെട്ടു. തദ്ദേശ വിഷയങ്ങൾക്ക് അപ്പുറത്ത് ഒരു ട്രെൻഡ് അവിടെ ജനറേറ്റ് ചെയ്യാൻ UDF-ന് അല്ലെങ്കിൽ LDF-നെതിരായി ഒരു ട്രെൻഡ് ഉണ്ടാവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. VSSC ടെസ്റ്റ് നടത്തി ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് കൊണ്ടുപോയ പാളീനാണോ കൊണ്ടുവന്നത്, അതിന് ഡ്യൂപ്ലിക്കേറ്റാണോ കൊണ്ടുവന്നതെന്ന് അറിയില്ല. പക്ഷേ പ്രധാന ചോദ്യം ഈ പോറ്റി എങ്ങനെ അവിടുത്തെ പ്രധാനിയായിട്ടുള്ളതാണ്. അപ്പോൾ LDF-ആണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇവരാണതിൽ ബവാസും അല്ലെങ്കിൽ പത്മകുമാറും ഒക്കെയാണ് അവിടെ അന്ന് ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ടോട്ടലായി നെഗറ്റീവായിട്ടുള്ളത് LDF-നാണ്. കട്ടളപ്പാളി എടുത്ത് ഇയാൾക്ക് കൊടുത്ത് ഉണ്ണീഷൻ പൊറ്റി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിലവിലെ പിണറായി വിജയന്റെ ഭരണം കേരളം എങ്ങനെ വിലയിരുത്തുന്നു? അതുപോലെ തന്നെ ഇപ്പം സ്വർണ്ണ കൊള്ള വിഷയം, ശബരിമല, ആ ഒരു വിഷയം എങ്ങനെ ബാധിക്കും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ? പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ വിഷയങ്ങൾക്ക് അപ്പുറത്ത് ഒരു ട്രെൻഡ് അവിടെ ജനറേറ്റ് ചെയ്യാൻ UDF-ന് അല്ലെങ്കിൽ LDF-നെതിരായി ഒരു ട്രെൻഡ് ഉണ്ടാവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു കണക്ക് ഭരണത്തിൽ അത്ര തൃപ്തരല്ല ജനങ്ങൾ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് വിദ്യരാവാൻ അല്ലെങ്കിൽ LDF-നെതിരാവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണക്കുള്ള വിഷയം വന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടക അത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം വിശ്വാസികൾ നമുക്ക് വലിയൊരു ഞെട്ടലുണ്ടാവും. വലിയ വിശ്വാസമില്ലാത്തവർക്ക് പോലും ഞെട്ടലുണ്ടായി. കാരണം എന്താ വെച്ചാൽ ശബരിമല പൊതു സ്വത്താണ്, ഭക്തർ വളരെ ഇതായിട്ട് കൊടുക്കുന്ന സ്വത്താണ്. ഈ പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിൽ സ്റ്റേറ്റ്, അത് ദേവസ്വം ബോർഡാവാം, സംസ്ഥാന സർക്കാരാവാം, ആരുവേണിയാവാം, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് സംഗതികൾ. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല, സ്റ്റേറ്റ് പരാജയപ്പെട്ടു. അതാണ് ഞാൻ അതിൽ കാണുന്നൊരു കാര്യം. സ്റ്റേറ്റ് നിയമിക്കുന്ന ആളുകളാണ് അവിടെ വരുന്നത്. ഏത് കാലത്തായാലും ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്നൊക്കെ നമ്മൾ വീമ്പിളക്കിയാലും അത് രാഷ്ട്രീയ പാർട്ടിക്കാരെ അവിടെ നിയമിക്കണം അല്ലേ? UDF ഭരിക്കുമ്പോൾ UDF-ൻ്റെ ആളുകൾ, LDF ഭരിക്കുമ്പോൾ LDF-ൻ്റെ ആളുകൾ, വേറെ ആരും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് വന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വിജിലൻസും പോലീസും ഇപ്പോഴുള്ള SIT ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരാരും കണ്ടെത്തിയതല്ല ശബരിമലയിലെ കൊള്ള. ഇത്രയും ആഴത്തിലുള്ള, ഇത്രയും പരപ്പിലുള്ള കൊള്ള അത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് കണ്ടെത്തിയതാണ്. ഒരു സംശയമില്ല. ഹൈക്കോടതിയാണ് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്. ഹൈക്കോടതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു കേസിലും ഇല്ലാത്തതുപോലെ ഹൈക്കോടതി ശബരിമല ബെഞ്ച്, ഹൈക്കോടതി കുറച്ചു കാലമായി ശബരിമല മോണിറ്റർ ചെയ്യുന്നുണ്ട്. ശബരിമല ബെഞ്ച് ഇത് വളരെ ഗൗരവതരമായി എടുക്കുകയും അവർ തന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഒരു SIT ഉണ്ടാക്കുകയും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുകയും അവരെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കിയാൽ ആദ്യം പോറ്റി അറസ്റ്റിലാവുന്നു, അതിനുശേഷം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുന്നു, അത് കഴിഞ്ഞ് മുൻ കമ്മീഷണർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു അറസ്റ്റിലാവുന്നു, പത്മകുമാർ അറസ്റ്റിലാവുന്നു, ഇപ്പോൾ ശങ്കരദാസ് വരെ വിജയകുമാർ, ശങ്കരദാസ് ഒക്കെ എത്തി നിൽക്കുന്നു. അവസാനം തന്ത്രി അറസ്റ്റിലാവുന്നു, അവസാനത്തെ അറസ്റ്റ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടത്തിയിട്ടുള്ളത്. ഗൂഢാലോചനയും പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് അതിൽ അന്ന് ഭരണം നടത്തിയിരുന്ന CPM-കാരാണ് അതിൽ വന്നത്. കാരണം അവരാണ് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ. പത്മകുമാറും വിജയകുമാറും അല്ലെങ്കിൽ ശങ്കരദാസും വാസു ഒക്കെ CPM നോമിനികളായി ബോർഡിൽ വന്നവരാണ്. അതിലെ പ്രധാന ചോദ്യം ഇത് CPM-കാർ നടത്തിയോ അല്ലെങ്കിൽ CPM കേന്ദ്ര കമ്മിറ്റി നടത്തിയോ അന്നൊന്നും അല്ല എൻ്റെ ചോദ്യം. ഭരണത്തിലിരിക്കുന്നവർക്ക് ഇതിൽ പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. അതാണ് കാര്യം. ബോർഡിന് മാത്രമല്ല. കാരണം ഇവിടെ വിജിലൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇല്ലേ. ആരും ഇത് കണ്ടെത്തിയില്ല ഇത്രയും വലിയ കൊള്ള നടന്നിട്ട്. ആ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്തിയിട്ട് മിണ്ടാതിരുന്നതാണോ? അങ്ങനെ ചോദ്യം വരില്ലേ? നമ്മളിവിടെ ഒരു ഇല നീങ്ങിയാൽ അറിയുന്ന പോലീസ് അവിടെ. ശബരിമലയിൽ അങ്ങനൊരു സംഭവം നടന്നിട്ട് അവിടെ മുമ്പ് അരവണയിൽ എലിവാരി വന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തുടരായി വന്നുകൊണ്ടിരിക്കുക. ആദ്യം വാതിൽപ്പാളി, കട്ടിലപ്പാളി, പിന്നെ ദ്വാരപാലക ശില്പം,
അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ വാജി വാഹനം, ഇപ്പം ഇന്നലെയൊക്കെ നെയ്യിലെ തട്ടിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിൽ ഇപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളവർ മുഴുവൻ CPM കാരാണ്. അതിനെ നമുക്ക് പറയാൻ പറ്റും. CPM നോമിനികളായി ഉദ്യോഗസ്ഥന്മാർ വേണം. CPM നോമിനികളായി ബോർഡിൽ ചെന്നിട്ടുള്ള ആളുകൾ, CPM-ഉം CPI, ഒരാൾ CPI കാരനാണ്. അങ്ങനെ നോമിനികളായി ചെന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നെഗറ്റീവ് ആവുന്നത് CPM-നാണ്. കാരണം അതുകൊണ്ടാണല്ലോ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് വന്നതൊക്കെ. ഇപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ CPM കുറേ പ്രശ്നം നടത്തി. ഇപ്പോൾ പോറ്റി വന്നത് അതൊക്കെ പോയി കൺഫ്യൂഷനാണ്. 2004-ലാണോ 2007-ലാണോ വേണുഗോപാൽ ഉള്ളപ്പോഴാണോ സുധാകരൻ ഉള്ളപ്പോഴാണോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പോറ്റി ഏത് വർഷം അവിടെ വന്നു എന്നുള്ളതല്ല വിഷയം. അവിടെ വന്നത് ഏത് വർഷം വേണേയാവാം. കാരണം ഓരോ വർഷവും അവിടെ പോറ്റിമാരും നമ്പൂതിരിമാരും ഇഷ്ടംപോലെ കയറുന്നുണ്ട്. ഞാൻ ശബരിമല നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എൻ്റെ ബന്ധുക്കൾ അവിടെ പൂജാരികളായിട്ടിരുന്നുണ്ട്, മേൽശാന്തിയൊക്കെ ആയിട്ടിരുന്നുണ്ട്. അപ്പോൾ പോറ്റിമാരവിടെ ഇഷ്ടംപോലെ കയറും. പക്ഷേ പ്രധാന ചോദ്യം ഈ പോറ്റി എങ്ങനെ അവിടുത്തെ പ്രധാനിയായി എന്നുള്ളതാണ്. പോറ്റി പ്രധാനിയാവുന്നത് 2017 മുതലാണ്. അപ്പോൾ LDF ആണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇവരാണതിൽ ബവാസവും അല്ലെങ്കിൽ പത്മകുമാറും ഒക്കെയാണ് അവിടെ അന്ന് ഭരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ്, അവർക്കാണ് പ്രൈമറി റെസ്പോൺസിബിൾ. അതുകൊണ്ടാണല്ലോ അവർ ജയിലിൽ കിടക്കുന്നത്. ഇനി പോറ്റിയെ കയറ്റിയത് വേറൊരു കാലത്താണെങ്കിൽ പോലും. രണ്ടാമത്തെ ചോദ്യം, പോറ്റിക്ക് എന്നാണ് സ്പോൺസർഷിപ്പ് കിട്ടിയത്? ഞാനവിടെ കയറി കിടന്ന് പോയി കഴിഞ്ഞാൽ ആകെ വേണ്ടത് ഒരു സാധനം എടുത്ത് മടിയിൽ വെച്ച് പോരാ, കളവ് നടത്താം. അതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കളവുകളാണ്, കുറച്ച് രൂപയോ അല്ലെങ്കിൽ ചെറിയൊരു വിഗ്രഹമോ എടുത്ത് പോക്കറ്റിൽ വെച്ച് പോരാ. പക്ഷേ സ്പോൺസർ ആകുമ്പോഴാണ് പോറ്റിക്ക് ഇത് കടത്താൻ പറ്റും, അല്ലേ? സ്പോൺസർ ആക്കിയത് ആരാണ്? അത് 2017-18-ലാണ്. അപ്പോഴും ഉത്തരവാദിത്വം വീണ്ടും പത്മകുമാറിന് വരികയാണ്. ഇവർ പറഞ്ഞു വാജിവാഹനത്തിൻ്റെ കേസ് പറഞ്ഞു. വാജിവാഹനത്തിൻ്റെ കേസ് ഇപ്പോൾ ഏതാണ്ട് ഒത്തുതീർപ്പായി. കാരണം എന്താ വെച്ചാൽ ഹൈക്കോടതിയിൽ 2018 വാജിവാഹനം കൈമാറുന്നത് പബ്ലിക്കായിട്ടാണെന്നും അത് വീഡിയോ ഉണ്ടെന്നും അതിൻ്റെ ദേവസ്വം ബോർഡും ആളുകളും എല്ലാവരും കൂടിയിട്ടാണെന്നും ഹൈക്കോടതിയുടെ പ്രതിനിധി ഉണ്ടെന്നും ഹൈക്കോടതി തന്നെ 2018 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാജിവാഹനത്തിൻ്റെ പിന്നാലെ അധികം പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്കോടതിയിലുണ്ട്. 2018 ഹൈക്കോടതിയിലുള്ള ഒരു സാധനം ഇപ്പം തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്ന് വേണ്ടി തെറ്റാന്ന് പറയായിരുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അന്നത്തെ ബോർഡ് മെമ്പർമാർ അജയ് തറയിലും രാഘവനും ഒക്കെ ഉണ്ട്. ഞാൻ പോട്ടെ, അവർ തെറ്റാണെങ്കിൽ അവർ ചെയ്തോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആര് തെറ്റുണ്ടെങ്കിലും ഇത് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഇത് ടോട്ടലായി നെഗറ്റീവായിട്ടുള്ളത് LDF-നാണ്. അത് യാതൊരു സംശയമില്ല. ഇത് കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം കാണിച്ചു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം സോണിയാഗാന്ധിയുടെ കൂടെ ചരട് കിട്ടിയ ഒരാൾ ആർക്കോ, ഒരു ഗോവർദ്ധൻ പോവാം, ഒരു ജ്വല്ലറിക്കാരൻ പോവാം, അതൊക്കെ പോവാം. ജയറാമിൻ്റെ വീട്ടിൽ ഈ സാധനം വെച്ചിരുന്നതുകൊണ്ട് ജയറാം കുറ്റക്കാരനെന്ന് പറയാൻ പറ്റില്ല. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, കുറ്റമുണ്ട് ജയറാമിന്, പക്ഷേ അങ്ങനെ ആൾക്കാരില്ലല്ലോ. ശബരിമലയിൽ നിന്നുള്ള ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു. പോറ്റി ശബരിമലയിലെ ആളാണ്, അയ്യപ്പൻ്റെ സ്വന്തം റെപ്രസെൻറ്റേറ്റീവാണ് പോറ്റി. അങ്ങനെയാണ് പോറ്റി സ്വയം അവതരിപ്പിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്നുണ്ടാവും. ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇങ്ങനെ വിശ്വാസവും ചരടുകെട്ടുമൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് ഇപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാനപരമായി ഇനി തന്ത്രി പറഞ്ഞു എന്നൊക്കെയാ, തന്ത്രി പറഞ്ഞാൽ തന്നെ അത് കൊടുക്കാൻ ഒരു ബാധ്യതയില്ലല്ലോ. കട്ടളപ്പാളി എടുത്ത് ഇയാൾക്ക് കൊടുത്ത് ഉണ്ണീഷൻ പൊരി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? കാരണം സ്റ്റോർ കീപ്പറാണ്, അതിൻ്റെ കസ്റ്റോഡിയനാണ് ബോർഡ്. മാത്രമല്ല അതിലും ഗുരുതരമായി നമ്മളൊക്കെ പലരോട് പറഞ്ഞതാണ്, സ്വർണം കൊടുത്തു വിട്ടിട്ട് ചെമ്പെന്ന് എഴുതി പത്മകുമാറാണ് തിരുത്തിയത്. അതിൽ തന്ത്രി ഒപ്പിട്ടോ വേറെ ആൾ ഒപ്പിട്ടോ എന്നുള്ളതല്ല, തിരുത്തിയത് പത്മകുമാറാണ്. ചെമ്പായിരുന്നു, അത് സ്വർണ്ണമായിരുന്നു. അങ്ങനെയാണ് ഈ മല്ലയെ കൊടുത്ത സ്വർണ്ണം അവിടെ പോയി. ഇതൊരു ചോദ്യം. പക്ഷേ ഈ കേസിലുള്ള ഏറ്റവും വലിയ കുരുക്കതൊന്നുമല്ല, ഇതിൻ്റെ തൊണ്ടി കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുപോയി, ഇപ്പോൾ ഇന്നലെ VSSC ടെസ്റ്റ് നടത്തി ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് കൊണ്ടുപോയ പാളിയനാണോ കൊണ്ടുവന്നത്, അതിന് ഡ്യൂപ്ലിക്കേറ്റാണോ കൊണ്ടുവന്നതെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പോൾ കൊണ്ടുപോയ പാളിയല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കൊണ്ടുവന്നെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ്. കൊണ്ടുപോയ പാളി അവിടെ പോയി. ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമാവും. ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ അത് വലിയ സ്വത്തായിട്ട് കരുതുന്നവരുണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല കട്ടിളപ്പാളി ആണെങ്കിൽ, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ ആണെങ്കിൽ, അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ ഞാൻ ഇപ്പോൾ ഒരു പവന് ഇപ്പോൾ 1 ലക്ഷം അല്ലേ, 5 ലക്ഷം രൂപ കൊടുക്കും. കാശുള്ളവരാണല്ലോ അതൊക്കെ ചെയ്യണേ. അല്ലെങ്കിൽ ഇത് പുറത്ത് കിടത്താം. വിഗ്രഹങ്ങൾക്കൊക്കെ വലിയ വിലയുണ്ട്. വിശ്വാസിക്ക് വിൽക്കാം, വിഗ്രഹ കച്ചവടക്കാരന് വിൽക്കാം. അപ്പോൾ ഈ തൊണ്ടി മുതൽ എപ്പോൾ കണ്ടെത്തും?
തൊണ്ടി മുതൽ കണ്ടെത്താത്തിടത്തോളം പ്രശ്നമുണ്ട്. പക്ഷേ ഇവർക്ക് ശിക്ഷിക്കപ്പെടാൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മുതൽ പോയി പകരം വന്നത് വേറെയാണ് എന്നിവർ കണ്ടെത്തിയില്ല. സ്വർണത്തിൽ തൂക്കം കുറഞ്ഞു എന്ന് കണ്ടെത്തിയില്ല. അപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചൊരു ചുമതലയിൽ നിങ്ങൾ ഗുരുതരമായ വീഴ്ച വന്നിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ ED എന്ന് അന്വേഷിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് പോറ്റിയുള്ളത് കൊണ്ടുനടക്കണേ, പോറ്റി ഇവർക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയ വിഷമമാണ്. കാരണം ആരും ക്യാഷായിട്ടൊന്നും കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ചെക്കായിട്ടൊന്നും കൊടുക്കുമല്ലോ, ഗൂഗിൾ പേയും കൊടുക്കില്ല. അപ്പോൾ എങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്? ഇവർക്കൊക്കെ വേറെ ഏതെങ്കിലും സ്വത്തുകളുണ്ടോ? ഇവരൊക്കെ എങ്ങനെ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ? ED അന്വേഷിക്കുന്നുണ്ട്. ED കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു നേതാവിനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു തെളിവാണ്. അങ്ങനെ അയാൾ കൊടുക്കേണ്ട കാര്യം എന്താ? ഇപ്പം ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന അയാൾ തന്നെ പറയുന്നു, ഞാൻ ഇത് ശബരിമലയിൽ സ്വർണ്ണമെന്ന് അറിഞ്ഞില്ല, പോറ്റി കൊണ്ടുവന്നപ്പോൾ ഞാനത് ഉരുക്കി. അയാൾ പറഞ്ഞു ഉരുക്കി പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശബരിമലയിൽ സ്വർണ്ണമെന്ന് അയാൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനതിൻ്റെ വില കൊടുത്തു. നിർണായകമായൊരു ചോദ്യമുണ്ട്. ആ വില ഇവിടെ കാണണ്ടേ? ദേവസ്വം കമ്മീഷണറുടെ പേരിൽ ചെക്ക് കൊടുത്തു എന്നാ. ദേവസ്വം കമ്മീഷണറുടെ പേരിൽ ചെക്ക് കൊടുത്തെങ്കിൽ ചെക്കിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയെങ്കിലും കാണണ്ടേ? അങ്ങനെ ഒരു പൈസ ദേവസ്വം ബോർഡിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പൈസ ദേവസ്വം ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ശില്പം വിൽക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലേ, അതൊരു കാര്യമില്ലേ? വിൽക്കാൻ തീരുമാനിച്ചതാണ്. ഇനി അങ്ങനെ വിൽക്കണമെങ്കിൽ അത് ഗോവർദ്ധന കൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? പോറ്റിയോട് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള നിരവധി 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 ചോദ്യങ്ങളുണ്ട്. പോറ്റിയോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറ്റി അത് കൊണ്ടുപോയി നന്നാക്കുന്നതിന് പകരം വേറെ ഉണ്ടാക്കി കൊണ്ടുവന്നു വാദിക്കാം. അപ്പോൾ ഈ പൈസ കിട്ടിയത് കമ്മീഷണർ ഇതിൽ വന്നിട്ടുണ്ടോ? അതോ കമ്മീഷണർ സ്വന്തമായിട്ട് എടുത്തോ പൈസ? ദേവസ്വം കമ്മീഷണറുടെ അക്കൗണ്ടിൽ വന്നിട്ട് അയാൾ തന്നെ അടിച്ച് മാറ്റിയോ? ഈ ഒരു 10 പവൻ്റെ മാല കൊടുത്തിരുന്നു എന്ന്, എന്തോ ഒരു മാല, ആ 10 പവൻ്റെ മാല എവിടെ? അവസാനത്തെ എവിടെ കിട്ടി? ഇങ്ങനെ നിരവധി നിരവധി. ഇനിയിപ്പോൾ അന്വേഷിച്ച് എന്നാൽ പോയ സാധനങ്ങളിൽ ലിസ്റ്റ് വരെ കിട്ടും. നിലവറങ്ങനെ തപ്പി വരുമ്പോൾ അറിയില്ല എവിടെ എത്തുമെന്ന്. ഏതായാലും ഇത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോഫാർ ഇത് ഇടതുപക്ഷത്തിനെതിരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ദോഷകരമായി ബാധിക്കും.